ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിംഗ് ആണ്. ഓക്കെ, ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറാണ്. ഷിഫ്റ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, പാഴ്സർ. അപ്പം ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബോട്ടം അപ്പ് പാഴ്സറാണ്. ഇപ്പോൾ പറഞ്ഞത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, നമ്മളതിൻ്റെ അണ്ടറിൽ പഠിക്കുന്നത് കൊണ്ട് ബോട്ടം അപ്പ് പാഴ്സറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിനെ ജനറലി 4 സ്റ്റെപ്സ് ആണുള്ളത്. അതായത് 4 പ്രൊസീജിയർ ഉണ്ട്, 4 പോസിബിൾ ആക്ഷൻസ് ഉണ്ട്. ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ ക്രിയേറ്റ് ചെയ്യുന്ന 4 പോസിബിൾ ആക്ഷൻസ് ഉണ്ട്. 4 പോസിബിൾ ആക്ഷൻസ്. ഓക്കെ, ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ആക്ഷൻ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ, അതായത് നെക്സ്റ്റ് വരാനുള്ള ആളെ ഷിഫ്റ്റ് ചെയ്യുക, പുഷ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, അതുപോലെ തന്നെയാണ്. സോ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ is shifted onto the top of the stack. അടുത്തത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെഡ്യൂസ്. ഷിഫ്റ്റ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെഡ്യൂസ് ആണ്. അതായത് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ, ഇപ്പോൾ എസ് ഡിറൈവ്സ് എ എന്ന് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ആ എക്ക് പകരം എസ് ഇടുന്നതാണ് റിഡക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്ന റെഡ്യൂസ്. ഓക്കെ, സോ ദ പാഴ്സർ knows the right end of the string to be reduced must be at the top of the stack ഓക്കെ. അടുത്തത് തേർഡ് വൺ എന്ന് പറയുന്നത് അക്സെപ്റ്റ് സ്റ്റേറ്റ് ആണ്. അതായത് സക്സസ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ആയാൽ അക്സെപ്റ്റ് സ്റ്റേറ്റ് ആണ്. സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പാഴ്സിംഗ്. അടുത്തത് ഫോർത്ത് വൺ എന്ന് പറയുന്നത് എറർ. അതായത് എന്തെങ്കിലും ഒരു എറർ എവിടെയെങ്കിലും ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിൻടാക്സ് എററോ സെമാൻറ്റിക് എററോ അങ്ങനെ എന്തെങ്കിലും ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, എറർ റിക്കവർ റുട്ടീൻ വിളിക്കും. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഇഫ് എനി സിൻടാക്സ് എറർ occurs, then an error recovery routine is called. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ജനറലി 4 പോസിബിൾ ആക്ഷൻസ് ഉണ്ട്. ഷിഫ്റ്റ്, റെഡ്യൂസ്, അക്സെപ്റ്റ്, എറർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കണം, എങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ആ എക്സാമ്പിൾ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ തരുവാണ്. ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി ഓർ ടി ഡിറൈവ്സ് ടി സ്റ്റാർ എഫ് ഓർ എഫ് ആൻഡ് എഫ് ഡിറൈവ്സ് ഐ ഡി. ഇതാണ് എൻ്റെ പ്രൊഡക്ഷൻ. ഓക്കെ, എൻ്റെ ഇൻപുട്ട് സിമ്പൽ എന്ന് പറയുന്നത് ഐ ഡി സ്റ്റാർ ഐ ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 കോളമാണ്. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സ്റ്റാക്കാണ്. സ്റ്റാക്ക് അറിയാമല്ലോ, ടോപ്പ് ഡിനോട്ട് ചെയ്യുന്നതാണ് സ്റ്റാക്ക്. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. തേർഡ് കോളം എന്ന് പറയുന്നത് ആക്ഷനാണ്. ഞാനിവിടെ ഓരോ ലൈൻ വരയ്ക്കട്ടെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിപ്പോകും. ഓക്കെ, സ്റ്റാക്ക് ഇൻപുട്ട് ഡോളർ. അപ്പോൾ എപ്പോഴും സ്റ്റാക്കിൻ്റെ ഇനിഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നത് ഡോളർ ആയിരിക്കും. അതുപോലെ ഇൻപുട്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ, ഐ ഡി സ്റ്റാർ ഐ ഡി, അതിൻ്റെയും
ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ ഡോളർ കൊടുക്കും. ആക്ഷൻ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ഒരു ആക്ഷനും ഇല്ല. അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം കിടക്കുന്ന ഇൻപുട്ടിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എഴുതി പോവാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. അപ്പോൾ ഡോളർ ഇവിടെ കിടക്കട്ടെ, ID. ഓക്കെ, ഇവിടെ ബാക്കി എന്തുണ്ട്? സ്റ്റാർ ID ഡോളർ. കണ്ടല്ലോ. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പ്രൊസീജിയറാണ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ഷിഫ്റ്റ് ആണ് ചെയ്തത്. അപ്പോൾ അതാണ് ആക്ഷൻ, ഷിഫ്റ്റ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാക്കിൽ ID ആണ് കിടക്കുന്നത് അല്ലേ. ഇപ്പോൾ IDക്ക് തുല്യമായ പ്രൊഡക്ഷൻ ചെയ്തെങ്കിലും ഉണ്ടോ എന്ന് പ്രൊഡക്ഷൻസിൽ പോയി നോക്കണം. ഉണ്ട്. ആരുണ്ട്? F. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ആക്ഷനാണ് ചെയ്യാൻ പോകുന്നത്? റെഡ്യൂസ്. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ ചെയ്ത? റെഡ്യൂസ് എന്ന് പറയുന്നത് F ഡിറൈവ്സ് ID. അപ്പോൾ ഇവിടെ ഡോളർ F കൊടുത്തു, സ്റ്റാർ ID ഡോളർ. അതിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി എഫിനെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം? T ആക്കാം അല്ലേ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്തത് പുഷ് ചെയ്യാം. പുഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡോളർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ഡോളർ F സ്റ്റാറിന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ബാക്കി? ID ഡോളർ. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ചെയ്യാനിവിടെ എന്തെങ്കിലും പ്രശ്നം ചെയ്യാൻ പറ്റുമോ? റിഡക്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡോളർ F സ്റ്റാർ അടുത്ത സിമ്പിളും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഷിഫ്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ IDനെ റെഡ്യൂസ് ചെയ്യണം. ഡോളർ F സ്റ്റാർ ID നമ്മൾ എന്താക്കി? F ആക്കണം. ഡിറൈവ്സ് ID റെഡ്യൂസ്. ഇവിടെ എന്ത് ബാക്കിയായി? ഡോളർ. വീണ്ടും ഇവിടെ നമുക്ക് എഫിനെ വീണ്ടും എന്താണ്? T ആക്കി റെഡ്യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു എഫിനെ T ആക്കാം അല്ലേ. അപ്പോൾ F സ്റ്റാർ T ഡോളർ T ഡിറൈവ്സ് F റെഡ്യൂസ്. കണ്ടോ? ഇനി T സ്റ്റാർ F F സ്റ്റാർ T രണ്ടും ഒന്ന് തന്നെയാണ്. അതെന്താണ്? T ആണ്. T ഡിറൈവ്സ് T സ്റ്റാർ F റെഡ്യൂസ് ചെയ്താണ് ഡോളർ. ഇനി Tയെ നമ്മൾ എന്താക്കണം? E ആക്കണം. ഇതൊക്കെ പ്രൊഡക്ഷനിലുണ്ട്. E ഡിറൈവ്സ് T ആണ് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇനി ഇത് സ്റ്റാർട്ട് സിമ്പിൾ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇത് സ്റ്റാർട്ട് സിമ്പിൾ ആകുമ്പോൾ ഇവിടെ നോക്കിക്കുക, ഡോളറും ഡോളറുമാണ്. അപ്പോൾ നമ്മൾ എന്താണ്? അവസാനം ആക്സെപ്റ്റ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവസാനത്തെ നമ്മൾ ഈ പറയുന്ന എന്ത്? ആക്സെപ്റ്റ് സ്റ്റേറ്റ്. അതായത് വൺസ് ഇനിഷ്യലി സ്റ്റാർട്ട് സിമ്പിൾ ഹാസ് റിക്കവേർഡ് ദെൻ ഇറ്റ് വിൽ ബി ടു ദ ആക്സെപ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ രണ്ട് എക്സാമ്പിൾസ് തരാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എസ് ഡിറൈവ്സ് എസ് പ്ലസ് എസ്, വീണ്ടും എസ് ഡിറൈവ്സ് എസ് സ്റ്റാർ എസ് ആൻഡ് എസ് ഡിറൈവ്സ് ഐ ഡി. അതൊരു എക്സാമ്പിൾ. ഇതിൻ്റെ സ്ട്രിങ് എന്ന് പറയുന്നത് ഐ ഡി പ്ലസ് ഐ ഡി പ്ലസ് ഐ ഡി. ഓക്കെ, ഇതാണ് സ്ട്രിങ്. സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇ ഡിറൈവ്സ് 2e2 ആൻഡ് ഇ ഡിറൈവ്സ് 3e3 ആൻഡ് ഇ ഡിറൈവ്സ് 4. ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് 3 2 4 2 3. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻസ് വേണ്ടേ അതിന്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ളൊരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് കോൺഫ്ലിക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് കോൺഫ്ലിക്ട്സ് വരാം. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ രണ്ട് കോൺഫ്ലിക്ട്സ്, 2 kinds of conflicts ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആണ്. ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആണ്. സെക്കൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് രണ്ടെന്ന് പറഞ്ഞുതരാം. ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഷിഫ്റ്റും ഒക്കറിയും ഷിഫ്റ്റ് ആൻഡ് രണ്ടും, അതായത് ഷിഫ്റ്റും റെഡ്യൂസ് ആക്ഷനും രണ്ടും കൂടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റിനാണ് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഫിനിഷൻ എഴുതി തരാം. കോൺഫ്ലിക്റ്റ്
occurs in a state that request shift and reduce actions. രണ്ടും കൂടി ഒരേ സമയത്ത് കൊടുക്കുന്ന ഇപ്പോൾ ഷിഫ്റ്റും ഒരേ സമയം എനിക്ക് ഷിഫ്റ്റും ചെയ്യാൻ പറ്റും, റെഡ്യൂസും ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് തന്നെയാണ്, അതായത് ഒന്നോ അതിൽ കൂടുതലോ ഡിഫറെൻറ്റ് റെഡ്യൂസ് ആക്ഷൻസ് പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റുന്നൊരു കോൺഫ്ലിക്റ്റ് ആണ് റെഡ്യൂസ്. അതായത് ഇപ്പോൾ നമുക്ക് തന്നെ ഒരേ പ്രൊഡക്ഷൻ തന്നെ ചിലപ്പോൾ രണ്ട് സബ്സ്ട്രിങ്സ് കാണത്തില്ലേ, അതാണ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം എന്താണ്. ഇപ്പോൾ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ദിസ് കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് in a state that request two or more different reduce actions. Okay, അപ്പോൾ ഇതാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് റെഡ്യൂസും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു എക്സാമ്പിൾ ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നു. പക്ഷെ ഞാനത് ടേബിൾ എഴുതി കാണിക്കുന്നില്ല, ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, അതെവിടെയാണ് ആ പ്രശ്നം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സ്റ്റാക്ക് ഉണ്ട്, ഇവിടെ ഇൻപുട്ട് ഉണ്ട്, ഇവിടെ ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫുൾ എഴുതത്തില്ല, റാൻഡംലി കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. സ്റ്റാക്ക്, ഇൻപുട്ട്, ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് തന്നേക്കുന്ന ഇൻപുട്ട് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ABBCD. അപ്പോൾ ഇതുപോലെ $ABBCDE. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഫസ്റ്റ് ആക്ഷൻ എന്തായാലും ഷിഫ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ ഷിഫ്റ്റ് എഴുതുവാണ്. ആരെ ഷിഫ്റ്റ് ചെയ്യണം? എനെ ഷിഫ്റ്റ് ചെയ്തു. $ABBCDE and $. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യുകയാണ് അല്ലേ. അതായത് ഇൻഡിവിജ്വലി നമുക്ക് എന്തെങ്കിലും നോൺ ടെർമിനൽ വാല്യൂ തരുന്നുണ്ടോ? ഒന്നും തരുന്നില്ല, ഒരു പ്രൊഡക്ഷൻസും ഒന്നുമില്ല. പിന്നെ അടുത്ത് നമുക്ക് ബിയും കൂടി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു റീസൺസ് എന്തെങ്കിലും മറ്റേ നോൺ ടെർമിനലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് B $AB, ഇവിടെ BCDE $. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇത് രണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ എന്ന കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം നമുക്ക് ബീനെ വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്താക്കാൻ പറ്റും? A ആക്കാൻ പറ്റും. അത് ഒരു പോസിബിലിറ്റി അല്ലേ. A derives B എന്നൊരു പോസിബിലിറ്റി ആക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് പോസിബിലിറ്റി എന്താണ്? എനിക്ക് വേണമെങ്കിൽ ഈ ബീനെ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ തന്നതുപോലെ എനിക്ക് AB അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എനിക്ക് അവിടെ എന്തായിരിക്കും? ടോട്ടൽ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ബാക്കി ബീനെ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്താലും ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻസ് ഒന്നും എനിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ വീണ്ടും ഈ ബീനെ എന്താക്കും? നോൺ ടെർമിനലാക്കും. അപ്പം ഞാനിവിടെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. റെഡ്യൂസ് A derives B ആക്കുകയാണ്. അപ്പോൾ വീണ്ടും $A വീണ്ടും BCDE $. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി അടുത്ത് നോക്കുമ്പോഴത്തേക്കും ABC അല്ലേ. അവിടെ നോക്കിയേ ABC. അപ്പോൾ ഇവിടുത്തെ BC വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ബീനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. $ABCDE ഷിഫ്റ്റ്. ഇനി എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഷിഫ്റ്റ് ചെയ്തു, ബീനെ ഷിഫ്റ്റ് ചെയ്തു. ഇനിയാണ് നമ്മുടെ കൺഫ്യൂഷൻ സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വന്നായിരുന്നു നമുക്ക് അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ക്ലിയർ ആയി. കാരണം എന്ന് വെച്ചാൽ ഇത് വെച്ച് വേറെ പ്രൊഡക്ഷൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇത് തന്നെ എടുത്തു. ഇവിടെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബീനെ നമുക്ക് എന്താക്കി വെക്കാൻ പറ്റും? A ആക്കി വെക്കാൻ പറ്റും. ഈ ബീനെ നമുക്ക് A derives B ആക്കാൻ പറ്റും. അതേപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ സീനെ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റും ചെയ്യാം. ഷിഫ്റ്റും ചെയ്താൽ എനിക്ക് വേറൊരു പ്രൊഡക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെയാണ് ഷിഫ്റ്റ് ആൻഡ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് വരുന്നത്. അതായത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് എവിടെ വരുന്നുണ്ട്?
ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ എഴുതാണെന്ന് വെച്ചാൽ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ആൻഡ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഷിഫ്റ്റ് ആൻഡ് റെഡ്യൂസ്. അതായത് ഈ കേസിൽ വരുമ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്തെടുക്കണോ ഇതിനെ ഷിഫ്റ്റ് ചെയ്യണോ എന്ന് നമുക്ക് ഡൗട്ട് വരും. കാരണം ഏത് ചെയ്താലാണ് നമുക്ക് ഫൈനൽ പ്രൊഡക്ഷൻ കിട്ടുക എന്നുള്ളത് ഇനിയൊരു സംശയം വരും. അതാണ് കോൺഫ്ലിക്റ്റ്. ഇപ്പം നമ്മൾ രണ്ടും കൽപ്പിച്ച് ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് പോവുകയാണെങ്കിൽ അതിന് പ്രശ്നമില്ല. പക്ഷേ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു അല്ലേ, ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ എന്ന സംശയം വന്നു കഴിഞ്ഞു. അപ്പോൾ അതെന്തായാലും ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അതാണ് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആണ്. ഈ റെഡ്യൂസ് കോൺഫ്ലിക്റ്റിൽ തന്നെ ഞാൻ ഈ മേലെ എഴുതിയ പ്രൊഡക്ഷനെ ചെറുതായിട്ടൊന്ന് മാറ്റുവാണ്. അതായത് എസ് ഡിറൈവ്സ് എ ബി ഇ ഓർ ബിയും കൂടെ ചേർക്കുവാണ്. ബാക്കിയെല്ലാം സെയിം തന്നെ, എ ബി സി ഓർ ബി ആൻഡ് ബി ഡിറൈവ്സ് ഡി. ഓക്കെ, ബാക്കി ഇൻപുട്ടൊക്കെ സെയിം തന്നെ, എ ബി ബി സി ഡി ഇ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യം കൂടി നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാക്ക് ഇൻപുട്ട് ആക്ഷൻ. ഓക്കെ, സ്റ്റാക്ക് ഇൻപുട്ട് ആക്ഷൻ. ഇനി ഇവിടെ നോക്കുമ്പോഴത്തേക്കും മറ്റതുപോലെ തന്നെയാണ്, എ ബി ബി സി ഡി ഇ. അടുത്തത് ഇവിടെ ഡോളർ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഷിഫ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എനെ ഷിഫ്റ്റ് ചെയ്യും, ഡോളർ എ ആവും, ബി ബി സി ഡി ഇ ഇവിടെ വരും. അടുത്ത വീണ്ടും എന്താണ്, ബീനെ ഷിഫ്റ്റ് ചെയ്യും, ഡോളർ എ ബി ആകും. പിന്നെ അടുത്ത എന്താണ്, ഇവിടെ ബി സി ഡി ഇ വരും, ഷിഫ്റ്റ് എ ഷിഫ്റ്റ് ബി. ഓക്കെ, ഇനി അടുത്തത് വരുമ്പോൾ, അപ്പോൾ ഇതിൽ നെക്സ്റ്റ് വരുമ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താണ് അടുത്ത ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ബീനെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ ബീനെ റെഡ്യൂസ് ചെയ്യാൻ രണ്ട് പ്രൊഡക്ഷൻസ് ഉണ്ട് അല്ലേ. ഇവിടെ എ ഡിറൈവ്സ് ബി എന്നൊരു പ്രൊഡക്ഷൻ ഉണ്ട്, എസ് ഡിറൈവ്സ് ബി. അപ്പം ഈ പാഴ്സറിന് അല്ലെങ്കിൽ ഈ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിന് ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ഇരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ കോൺഫ്ലിക്റ്റിൽ ടു ഓർ മോർ പ്രൊഡക്ഷൻസ് വരുമ്പോഴാണ് ആ പ്രശ്നം. അതായത് എയും ബി തരുന്നുണ്ട്, എസും ബി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അവിടെയാണ് എന്തെന്ന് പറയുന്നത്, റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ക്ലിയർ ആവുന്നത്. ഓക്കെ, ഇതാണ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. ഇത് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും എക്സാമ്പിൾ വിധം പഠിച്ചു. അപ്പോൾ ഈ രണ്ടും എക്സാമ്പിളോട് കൂടി എക്സാമിന് എഴുതണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നിങ്ങളിത് വരച്ച് തന്നെ എഴുതണം എന്നൊന്നുമില്ല, സാധാരണ ഇതുപോലെ എഴുതിയത്. പക്ഷേ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ബോട്ടം അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ടേബിൾ വരച്ച് തന്നെ എഴുതിയത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് മറ്റ് സാധാരണ രീതിയിൽ എഴുതി തരാമെന്നാണ്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ടേബിളിലേക്ക് തന്നെ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് റെഡ്യൂസ്. അപ്പോൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിംഗ് ആണ്. 4 ആക്ഷൻസ് ഉണ്ട്, ഷിഫ്റ്റ് റെഡ്യൂസ് ആക്ഷൻ എറർ. അപ്പോൾ ഈ ഇതിൽ ഷിഫ്റ്റും റെഡ്യൂസും ചെയ്യുക. 2 കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്, ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റും റെഡ്യൂസ് കോൺഫ്ലിക്റ്റും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇനി അങ്ങോട്ട് പോകുന്ന എല്ലാ പാഴ്സേഴ്സിലും ഈ പറയുന്ന ഷിഫ്റ്റ് റെഡ്യൂസും റെഡ്യൂസ് കോൺഫ്ലിക്ട്സും വരാം. അപ്പോൾ എക്സാമിന് സാധാരണ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോൺഫ്ലിക്ട്സ് എന്ന് ചോദിക്കാറുണ്ട്. ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിനെ കുറിച്ച് എസ്സേയിൽ ചോദിക്കുമ്പോൾ കോൺഫ്ലിക്ട്സിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. എക്സാമിന് വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഈ ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ.